വിശുദ്ധ യൗസേപ്പിന്റെ വണക്കമാസം 25-ാം തീയതി. വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നു. വിശുദ്ധ യൗസേപ്പിനെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ്. സകല സുഹൃത്തുക്കളാൽ സമാലംകൃതനായ ഒരു വ്യക്തിയെയാണ് നീതിമാൻ എന്ന് പ്രകീർത്തിക്കുന്നത്. പ്രത്യേകിച്ച് നീതിനിഷ്ഠം ഉണ്ടായിരിക്കണം. ഓരോരുത്തർക്കും അർഹമായത് അവരവർക്ക് നൽകുന്നതിലാണ് നീതി. ദൈവത്തോടും അധികാരികളോടും മറ്റുള്ളവരോടും നീതി പുലർത്തണം. ദൈവത്തിന് അർഹമായ ആരാധനയും അധികാരികളോട് വിധേയത്വവും നാം പ്രകടമാക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരോട് നമ്മുടെ ഇടപെടലിലും നീതി പാലിക്കണം. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. മറ്റുള്ളവരുടെ വസ്തുക്കൾക്ക് നാശം വരുത്തിയാൽ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. സാമൂഹ്യ നീതി, ക്രയവിക്രയ നീതി എന്നിവയിൽ വീഴ്ച വരുത്തരുത്. ഇന്നത്തെ ലോകത്തിൽ ദാരിദ്ര്യരോടും തൊഴിലാളികളോടും നാം നീതിപൂർവം പ്രവർത്തിക്കണം. ക്രയവിക്രയത്തിലും നീതി പാലിക്കേണ്ടതാണ്. വികൃത, അഴിമതി, മായം ചേർക്കൽ, കബളിപ്പിക്കൽ മുതലായവയും പരിവർജിക്കണം. സാമൂഹിക ജീവിതം സൗഭാഗ്യപൂർണമാക്കി തീർക്കുന്നതിന് നീതി പാലായനം ആവശ്യമത്രേ. നീതിയുടെ പരിണിത ഫലം സമാധാനം. കുടുംബങ്ങളിലും സമുദായങ്ങളിലും ജനപദങ്ങളിലും സമാധാനം പുലരണമെങ്കിൽ നീതി നിർവഹണം കൂടിയേ തീരൂ. നീതി സ്നേഹത്താൽ മൃദുലമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. ചില അവസരങ്ങളിൽ നീതിയുടെ നിഷ്കൃഷ്ടമായ പാലനം സമാധാനത്തിന് ആവശ്യമാണെങ്കിൽ, മറ്റു ചില അവസരങ്ങളിൽ സമാധാനത്തിന് വേണ്ടി നീതിയിൽ വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതായി വന്നേക്കാം. വിവേകവും ഉപമയും അതിന് മാർഗനിർദ്ദേശം നൽകുന്നു. പരിശുദ്ധ കന്യ ഗർഭിണിയായിരിക്കുന്ന വിവരം വിശുദ്ധ യൗസേപ്പ് മനസ്സിലാക്കുന്നു. എന്നാൽ അദ്ദേഹം പരിശുദ്ധ കന്യയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുവാൻ മുതിർന്നില്ല. ആഗ്രഹ്യമായ വസ്തുക്കളിൽ ദൈവപരിപാലനയുടെ വൈഭവം സത്യം വെളിവാക്കുമെന്നുള്ള പ്രത്യാശ മാറിയ യൗസേപ്പിനുണ്ടായിരുന്നു. പരിശുദ്ധ കന്യയുടെ അഭിമാനത്തെ നിഹനിക്കുകയോ മറ്റെന്തെങ്കിലും നടപടികൾ നടത്തുകയോ ചെയ്യാതെ വിശുദ്ധ യൗസേപ്പ് രഹസ്യത്തിൽ മേരിയെ പരിത്യജിക്കാനാണ് ആലോചിച്ചത്. നമ്മുടെ പിതാവായ മാർ യൗസേപ്പിൽ ഉപമയും നീതിയും വിവേകവും മറ്റെല്ലാ സുഹൃതങ്ങളും പൂർണ്ണമായ വിധത്തിൽ പ്രശോഭിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഉപമയുടെ ഉന്നതമായ പദവി ഉള്ളവർക്ക് ബാക്കി എല്ലാ സുഹൃതങ്ങളും ഒരു പരിധിവരെ ഉണ്ടാകും. എല്ലാ സുഹൃതങ്ങളും വിവേകത്താൽ നയിക്കപ്പെടുകയും ഉപമയാൽ സജീവമാക്കപ്പെടുകയും ചെയ്യണം. സംഭവം: ജർമ്മനിയിലെ ബോൺ നഗരത്തിൽ കുലീനയും സുന്ദരിയും ആയ ഒരു സ്ത്രീ അഹങ്കാരത്താൽ പ്രേരിതയായി ക്രിസ്തീയ വിശ്വാസം പരിത്യജിച്ച് അസന്മാർഗിക ജീവിതം നയിച്ചു പോന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് രോഗം പിടിപെട്ട് ശയ്യാവലംബിനിയായി തീർന്നു. മാർ യൗസേപ്പിന്റെ ഭക്തിയായ ഫിലോമിന എന്ന ഒരു സ്നേഹിത അവൾക്കുണ്ടായിരുന്നു. അവളുടെ മനപരിവർത്തനത്തിനു വേണ്ടി ഫിലോമിന തീഷ്ണതാപൂർവം മാർ യൗസേപ്പിനോട് പ്രാർത്ഥിച്ചു. കൂടാതെ ഈ പുണ്യ പിതാവിന്റെ ഒരു ചിത്രം അവളുടെ മൗനാനുവാദത്തോടെ മുറിയിൽ സ്ഥാപിച്ചു. മാർ യൗസേപ്പെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ജപിക്കുവാനും ആവശ്യപ്പെട്ടു. ഫിലോമിനയുടെ മൈത്രി ബന്ധം കാരണത്താൽ ഈ അപേക്ഷ അവൾ സ്നേഹിതയ്ക്ക് തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ മാർ യൗസേപ്പിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. അത്ഭുതകരമായ മനപരിവർത്തനമാണ് അവൾക്കുണ്ടായത്. ക്രിസ്തീയ വിശ്വാസത്തെ പുച്ഛിച്ചു തള്ളിയ അവൾ അധികം താമസിയാതെ ഉത്തമ വിശ്വാസിയായി മതതീഷ്ണത കൊണ്ട് നിറഞ്ഞവളുമായി തീർന്നു. ജപം: നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, അങ്ങ് സകല സുഹൃതങ്ങളാലും സമാലംകൃതനായിരുന്നുവല്ലോ. തന്നിമിത്തം ദൈവ സംപ്രീതിക്ക് പാത്രീഭൂതനുമായിരുന്നു. ഞങ്ങൾ ക്രിസ്തീയ സുഹൃതങ്ങൾ തീഷ്ണതയോടുകൂടി അഭ്യസിച്ച് ദൈവ സംപ്രീതിക്ക് പാത്രീഭൂതരാകുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ.
നീതിപാലനത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ. ദൈവത്തിന് അർഹമായ ആരാധനയും മേലധികാരിയോടുള്ള അനുസരണവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നീതിയും പാലിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ. ദാരിദ്ര്യരോടും തൊഴിലാളികളോടും ഔദാര്യപൂർവ്വം പെരുമാറുന്നതിനുള്ള മഹാമനസ്സതയും ഞങ്ങളിൽ ഉളവാകട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടുന്നാവുന്നു. പരിശോധനമേ തമ്പുരാനുമേ, പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷകനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരന്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നീതിമാനായ വിശ്വാസപ്പേ, മഹാവിരക്തനായ വിശ്വാസപ്പേ, മഹാവേഗിയായ വിശ്വാസപ്പേ, മഹാധീരനായ വിശ്വാസപ്പേ, അത്യന്തം അനുസരണമുള്ള വിശുദ്ധാവസപ്പേ, മഹാവിശ്വസനായ വിശ്വാസപ്പേ, ക്ഷമയുടെ തർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളിയുടെ മാതൃകയെ, കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്രമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിപൂർവമേ, തിരുസഭയുടെ പാലക, ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവചമ്പ്രാട്ടി കുട്ടിയേക്കുന്ന ഈശ്വരാനെ, കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവചമ്പ്രാട്ടി കുട്ടിയേക്കുന്ന ഈശ്വരാനെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവചമ്പ്രാട്ടി കുട്ടിയായിരിക്കുന്ന ഈശ്വരമ്പരാനെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരെ നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനും ആക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശ്വസ്തനുമായ വിശുദ്ധ ഔസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃതജപം. നീതിമാനായ മാർയോസേപ്പേ, നീതിബോധം ഞങ്ങൾക്ക് നൽകണമേ.